നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വയബോധം പോലും ഇല്ലാതെ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളാണ്. ആരെയും എന്തും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കുന്നു ഇന്നത്തെ ചെറുപ്പക്കാർ. ലഹരിമരുന്ന് മാഫിയക്കാർക്കും ഗുണ്ടകൾക്കും കടുത്ത മുന്നറിയിപ്പുമായി സിറ്റി പോലീസിന്റെ ഓപ്പറേഷൻ കിങ് കോബ്ര. നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കർക്കശവും സമഗ്രവുമായ നടപടികളുമായി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ കിങ് കോബ്ര രൂപീകരിച്ചത്. കഴിഞ്ഞ ദിവസം 5 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ സെൻട്രൽ പോലീസ് പിടികൂടിയിരുന്നു. ഗുണ്ടകൾ, സാമൂഹിക വിരുദ്ധർ, മാഫിയ സംഘങ്ങൾ, ലഹരിമരുന്ന് വിതരണക്കാർ തുടങ്ങിയവരെ തരംതിരിച്ച് 2 ആഴ്ച നിരീക്ഷിക്കും. ഇതിന് പോലീസുകാരെ പ്രത്യേകമായി നിയോഗിക്കും. ആവശ്യമെങ്കിൽ ഗുണ്ടാ നിയമപ്രകാരം ഇവരെ അറസ്റ്റ് ചെയ്യും. ലഹരിമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും കരുതൽ തടങ്കലിൽ ഇടുകയും ചെയ്യും. മദ്യം, ലഹരിമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കടത്തും തടയും. സാമൂഹിക വിരുദ്ധർ തമ്പടിക്കുന്ന ഒഴിഞ്ഞ പ്രദേശങ്ങൾ, കുറ്റിക്കാടുകൾ, പാലങ്ങളുടെ കീഴ്ഭാഗം, ഒറ്റപ്പെട്ടു കിടക്കുന്നതും ആൾതാമസം ഇല്ലാത്തതുമായ കെട്ടിടങ്ങൾ, തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ പെട്രോളിംഗ്. ഇവിടങ്ങളിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കും. ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, ലോഡ്ജുകൾ, ക്ലബ്ബുകൾ, ഫ്ളാറ്റുകൾ, ഗസ്റ്റ് ഹൌസുകൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. ഇത്തരം ചില കേന്ദ്രങ്ങളിലെ ചീട്ടുകളി, നിയമവിരുദ്ധമായി മദ്യ ഉപയോഗം, ലഹരിമരുന്ന് വിതരണം, ഉപയോഗം, ഓൺലൈൻ വഴിയുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ മുതലായവ പരിശോധിച്ച് ശക്തമായ നിയമ നടപടികൾ എടുക്കും. ഓവർ സ്പീഡ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം, പ്രായപൂർത്തിയാകാത്തവരുടെ വാഹന ഉപയോഗം തുടങ്ങിയവ തടയും. ഹെൽമറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും വാഹനമോടിക്കുന്നവർക്കും പിടിവീഴും. ഓപ്പറേഷൻ കിങ് കോബ്ര വഴി ഭയമില്ലാതെ ആളുകൾക്ക് കഴിയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ഇതിന് സഹായകരമായ വിവരങ്ങൾ നൽകി ജനങ്ങൾ സഹകരിക്കുകയും വേണം. വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും. കൃത്യവും മൂല്യങ്ങളിൽ അധിഷ്ഠിതവുമായ നല്ല ലക്ഷ്യങ്ങൾ ചെറുപ്പത്തിലേ ഉണ്ടാവേണ്ടതും അത് ഓരോന്നും നേടിയെടുക്കുവാൻ അധ്വാനിക്കേണ്ടതും ഒക്കെയാണ് ഓരോ കുട്ടികളിലും ഉണ്ടാവേണ്ട പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ. അവ നടപ്പിലാക്കാൻ അവരെ സഹായിക്കേണ്ട ചുമതല ഓരോ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ട്. കേവലം കാണാപ്പാഠം പഠിക്കലുകൾക്കും ഓർമ്മ പരീക്ഷകൾക്കും അപ്പുറം നല്ലൊരു സമൂഹം വളർത്തിയെടുക്കേണ്ടത് തങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് ഓരോ കുട്ടിയും സ്വയം തിരിച്ചറിയുന്നിടത്തെ മറ്റു ലഹരികളല്ല, പ്രപഞ്ചത്തിന് ഉപകരിക്കുന്ന നല്ലൊരു ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്ന് അവർ മനസ്സിലാക്കൂ.